നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളത്തിലെ ഇലക്ഷൻ നടന്നപ്പോൾ വൻ വിജയം കോൺഗ്രസും സഖ്യകക്ഷികൾക്കും ചേർന്ന് നേടുവാൻ സാധിച്ചു. അങ്ങനെ 102 സീറ്റ് നേടിയ അവസ്ഥയിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിലവിൽ നടക്കുന്ന MLA-മാരായിട്ട് ഉള്ള സ്റ്റേറ്റ് ഇലക്ഷനിലേക്ക് MP-മാർ ആരും തന്നെ മത്സരിക്കുവാൻ പാടില്ല എന്ന് അന്ന് അടിവരയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിന് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കും? ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു നിയമം മാറ്റി എടുക്കുവാൻ സാധിക്കുന്നതാണോ? മാത്രമല്ല, അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരാളായിരിക്കെ എന്തിന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അദ്ദേഹം തുനിയുന്നു? എന്തിനങ്ങനെ കോൺഗ്രസിനെ ഒരു ചന്നഭിന്നമാക്കി മാറ്റുന്നു? എന്നാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, KC വേണുഗോപാൽ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ പോകുമ്പോൾ ഈ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അതിനെ തടഞ്ഞിട്ട് MP-മാർക്ക് നമ്മൾ MLA-മാരായിട്ട് മത്സരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സാഹചര്യത്തിൽ വേണുഗോപാലിന് ഒരു MLA പോലും അല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലും MP ആയിരിക്കുന്ന സ്ഥിതിക്കും AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥിതിക്കും എന്തിനാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിച്ചിഴക്കുന്നത്? ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് നിയമങ്ങൾ മാറ്റി എഴുതുന്നത്? ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ചേർന്നാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ മെല്ലെപ്പോക്ക്, അത് തീരുമാനമെടുക്കാനില്ലാത്ത കഴിവും വളരെയധികം പ്രയാസം കോൺഗ്രസിൽ വരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായിരിക്കുന്ന മോഡി എന്ത് ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്? പപ്പു എന്ന് വിളിക്കുകയും മറ്റ് മറുപേര് വിളിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ താക്കീത് കൊടുത്ത് അവരെയൊക്കെ, മോഡിയൊക്കെ ഒരു നിലക്ക് നിർത്തേണ്ടതാണ്. അതൊന്നുമില്ലാതെ പറയുന്നത് എന്താണെന്ന് തന്നെ ഒരു വകതിരിവില്ലാതെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവണത, അത് കോൺഗ്രസിൻ്റെ അധപ്പതനത്തിൻ്റെ ഒന്നാമത്തെ സാഹചര്യമാണിത്. ഈ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുവാൻ ഉള്ള ഒരു സാഹചര്യം വരിക? അദ്ദേഹം MP ആണ്, മാത്രമല്ല ഒരു MLA ആയിട്ട് മത്സരിച്ചിട്ടില്ല, അങ്ങനെ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിയും കൂടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും വളരെയധികം പോരായ്മയുള്ള വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇലക്ഷൻ കഴിഞ്ഞ് 2 പേരെ കേരളത്തിലേക്ക് നിരീക്ഷകരായിട്ട് അയക്കുന്നു. അത് കഴിഞ്ഞ് MLA-മാരുടെ തീരുമാനം തേടുന്നു. അതും കൂടാതെ മുഖ്യമന്ത്രിയായിട്ട് മത്സരിക്കുന്ന 3 പേരെയും ഓരോരോ വ്യക്തിപരമായിട്ടും ഓരോ വ്യക്തിയെയും ആയിട്ടും കൂട്ടായിട്ടും കാണുകയും അഭിപ്രായം ആരായുകയും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും സീനിയർ ലീഡേഴ്സിനെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചേക്കുന്നു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീരുമാനമെടുക്കാൻ ഉള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു രീതി ഉള്ളിടത്തോളം കാലം, ലീഡർഷിപ്പ് ഇല്ലാത്തിടത്തോളം കാലം രാഹുൽ ഗാന്ധി ആ സ്ഥാനം ഒഴിഞ്ഞ് വേറെ മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയെ ഏൽപ്പിക്കുകയോ, കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് പേര് നമ്മുടെ കോൺഗ്രസിൽ തന്നെയുണ്ട്. അവരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം മാറി നിന്നാൽ ഒന്നിൽ കോൺഗ്രസ് ഒരു അധപ്പതനത്തിൽ നിന്ന് ഒരു പുരോഗതിയിലേക്ക് വന്നേനെ. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഗ്രസ്സിന്
താഴോട്ടുള്ള രീതിയല്ലാതെ മുകളിലേക്ക് കയറുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയെല്ലാം മാറ്റി പ്രാപ്തിയുള്ള കഴിവുള്ള ആൾക്കാരെ ആ സ്ഥാനത്ത് ആക്കേണ്ടത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതും വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വൈകും തോറും അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ പിന്നെയും കോൺഗ്രസ് ഭരണത്തിലേക്ക് വരികയില്ല എന്നുള്ളതിന് ഉറപ്പായിട്ടും നമുക്ക് ഓൾമോസ്റ്റ് പറയാൻ സാധിക്കും. അങ്ങനെ കടിപിടി കൂടുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഐക്യവും പെട്ടെന്നുള്ള തീരുമാനവും അടിയന്തര പ്രാധാന്യമുള്ളതിനെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന നേതൃത്വപാഠമുള്ള കോൺഗ്രസ് പ്രസിഡൻറ്റും അതുപോലെ മറ്റുള്ള AICC ജനറൽ സെക്രട്ടറീസും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രസിഡൻറ്റിനെയും അതുപോലെ രാഹുൽ ഗാന്ധിയെല്ലാം മാറ്റി പുതിയൊരു സംവിധാനം വരുത്തി തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഈ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളിലേക്ക് എല്ലാം എത്തിച്ചു വിടുകയാണ്. നിങ്ങൾ തന്നെ അത് അനലൈസ് ചെയ്യുക. ഈ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇങ്ങനത്തെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഛന്നഭിന്നമായിട്ട് ഒന്നുമില്ലാതായിട്ട് അവശേഷിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ 5 സ്റ്റേറ്റിൽ നടന്ന സമയത്ത് അതിൽ 4 സ്റ്റേറ്റിലും അത് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയപ്പെട്ടതിൻ്റെ അതിൻ്റെ ആ ഒരു ഇത് എടുത്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് വേണുഗോപാൽ ഇതിൽ നിന്ന് എല്ലാം സ്ഥാനം ഒഴിയേണ്ടതാണ്, സ്വയമേ ചെയ്യേണ്ടതാണ്. അതൊക്കെ ചെയ്യാത്തിടത്തോളം കാലം എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഗുണം പിടിക്കുന്നത്? ഈ കോൺഗ്രസ് എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്? അതുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കുക, കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ മാത്രം സെൻട്രലിൽ ഇരുത്തുക. അതുപോലെ AICC ജനറൽ സെക്രട്ടറി ആയാലും ശരി, ഇപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റ് ആയാലും ശരി, ആരായാലും ശരി, കഴിവും പ്രാപ്തിയുള്ളവരെ മാത്രമേ ഇരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു പക്ഷേ സെൻട്രലിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്തിടത്തോളം കാലം കേരളത്തിൽ നിന്നും ചിലപ്പോൾ കേന്ദ്രത്തിൽ ഇനിയും ഓൾമോസ്റ്റ് അത് കാവി പുതപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിൽ നിന്നെല്ലാം മുക്തി നേടി വീണ്ടും വരണമെങ്കിൽ ഇതിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി ഇനിയും പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനുണ്ട് കഴിവുള്ളവരെ മാത്രം ആ സ്ഥാനത്തേക്കാക്കി പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള ഒരാശയത്തോടെ ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു.